സ്തോത്രം ചെയ്ത് പറയാം. കൂടെ കൂടുന്നവർ ചൊവ്വല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. എന്നാൽ കൂടെ നടക്കുന്നവർ വിശ്വസ്തരാണെങ്കിൽ നാം ദൈവത്താൽ മാനിക്കപ്പെടും. അത് നമുക്ക് അനുഗ്രഹമായി മാറും. ഒരു ഉദാഹരണം ഞാൻ ഇന്ന് രാത്രി തിരുവഴുത്തിൽ നിന്ന് പറയാം. ഈ ആരാം രാജാവിന്റെ സൈന്യാധിപതി നയമാനുണ്ടല്ലോ, കുഷ്ഠരോഗിയാണ്. തന്റെ വീട്ടിലെ ആ ചെറിയ പെൺകുട്ടിയുടെ ആ വിശ്വാസത്തിന്റെ വർത്തമാനം കേട്ട് അദ്ദേഹം സൗഖ്യത്തിനായി പോകുകയാണ്. എലീശ പുറത്ത് വന്ന് സൗഖ്യമാക്കുമെന്നാ വിചാരിച്ച്, പക്ഷെ എലീശ പുറത്ത് വന്നില്ല. യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. അവൻ ക്രുദ്ധനായി. അർബാനയും ബർപ്പരും പോലെ തെളിഞ്ഞ വെള്ളമുള്ള എന്റെ നാട്ടിലെ നദിയിൽ എനിക്ക് മുങ്ങരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രുദ്ധനായി മടങ്ങിപ്പോകുമ്പോ കൂടെ നടന്നവർ ചൊവ്വുള്ളവരായിരുന്നു, കൂടെ നടന്നവർ ആത്മാർത്ഥതയുള്ളവരായിരുന്നു. ആ ഭൃത്യന്മാര് പറയുകയാണ്, എന്റെ പൊന്നജമാനനെ 7 പ്രാവശ്യം മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ, മുങ്ങിക്കൂടെ? സൗഖ്യമായാൽ അതത്ര നല്ലതാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവേ, എന്നോട് അടുപ്പിക്കേണ്ടുന്നവരെ എന്നോട് അടുപ്പിക്കുകയും എന്നോട് അകറ്റേണ്ടവരെ എന്നോട് അകറ്റുകയും ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ വന്നു ചേരാതെ വിവേകത്തോടെ ജീവിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഈ രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഉടനെ മെമുക്കാൻ ഇത് രാജാവ് ഇങ്ങനെ ചോദിച്ചപ്പോൾ മെമുക്കാൻ പറഞ്ഞു, എല്ലാം കൂടെ നമുക്കും കൂടെ നാണക്കേടായിപ്പോയി, ഞങ്ങൾക്കും കൂടെ നാണക്കേടായിപ്പോയി. എന്റെ പൊന്നു രാജാവേ, അതുകൊണ്ട് അടുത്ത ഉത്തരം അങ്ങ് പുറപ്പെടുവിച്ചേക്ക്. ചുരുക്കി പറഞ്ഞാൽ, ഇനി നാളെ രാജാവ്